ഇന്ന് ഏറ്റവും കൂടുതൽ സംസാര വിഷയമാക്കുന്ന ഒരു പദമാണല്ലോ എക്കോളജി. ഇവിടെ ഈ കോളേജില് ഒരു എഡ്യൂക്കേഷണൽ എക്കോളജി, വിദ്യാഭ്യാസത്തിന് അനുകൂലമായ ഒരു പരിസ്ഥിതി ഉണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. നല്ല മാനേജ്മെന്റ്, വളരെ കോമ്പറ്റൻസ് ഉള്ള അധ്യാപകര്, നാനാജാതി മതസ്ഥരായ കുട്ടികള്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഇടവക, അങ്ങനെ വളരെ അനുഗ്രഹീതമായ ഒരു എഡ്യൂക്കേഷണൽ ഇക്കോളജിക്കൽ സ്റ്റേറ്റസ് ഈ കുറവങ്ങാടിന് ഉണ്ട്. ഇതിന്റെ സ്ഥാപകന്മാര് വലിയ ദർശനങ്ങൾ കാർഷിക മേഖലയോട്, വിവിധ മതസ്ഥരോടുമൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ കോളേജ്, ഈ ഇടവക ആരംഭിച്ചതും ഇതുപോലെ വളർത്തിയെടുത്തതും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ദർശനവും സ്ഥാപനവും തമ്മിലുള്ള അകൽച്ച വളർത്തിക്കൊണ്ടു പോകരുത്. ഇത് സ്ഥാപിച്ചവർക്ക് പ്രത്യേകമായ ദർശനം ഉണ്ടായിരുന്നു. ചിലപ്പോഴെല്ലാം ചില പ്രസ്ഥാനങ്ങളുടെ ദർശനം നഷ്ടപ്പെടുകയും സ്ഥാപനം വളരുകയും ചെയ്യും. ചിലപ്പോഴൊക്കെ ഭക്തസംഘടനകളിൽ പോലും നമ്മൾ കാണുന്നുണ്ട്. ഭക്തി നഷ്ടപ്പെടുകയും സംഘടന ശക്തിപ്പെടുകയും ചെയ്യും. ഈ കോളേജ്, ഈ ഇടവക ഇവിടെ സ്ഥാപിച്ചപ്പോൾ, പല രൂപ അതിന് അനുമതി നൽകിയപ്പോൾ, വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള സഭയുടെ വിശിഷ്ടമായ ദർശനങ്ങൾ അതിന് പിന്നിൽ ഉണ്ട്. അത് ഗാന്ധിജിയുടെയും രാധാകൃഷ്ണന്റെയും തുടർന്നു വന്ന പിന്നീടുള്ള വലിയ നേതാക്കന്മാരുടെയും ഒക്കെ ചിന്തകളോട് ചേർന്ന് നിൽക്കുന്ന കാര്യവുമാണ്. ആ ദർശനം, ആ കാഴ്ചപ്പാട് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. ദർശനം കളഞ്ഞിട്ട് സ്ഥാപനം വളരുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അതെല്ലാം കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റിയ മാനേജറും പ്രിൻസിപ്പലും സഹപ്രവർത്തകരും ഒക്കെ ഇവിടെ ഉണ്ട് എന്ന് കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. വിദ്യയുടെ വഴിയാണ് സൗന്ദര്യത്തിന്റെ വഴി. കത്തോലിക്കരായ നമുക്ക് വളരെ വലിയ പദമാണ് വിയാ സാക്ര, കുരിശിന്റെ വഴി, പീഡാനുഭവത്തിന്റെ വഴി. വിദ്യാഭ്യാസത്തെ കുറിച്ച് വിയാ പുൾക്രിത്തൂദിസ് എന്ന് പറയാറുണ്ട്. സൗന്ദര്യത്തിന്റെ വഴിയാണ്, വിജ്ഞാനത്തിന്റെ വഴിയാണ്, അത് ഈശ്വരന്റെ, ദൈവത്തിന്റെ വഴിയാണ്. അങ്ങനെ നല്ല ഒരു ദൈവ